നമസ്കാരം. വാർത്താ നേരത്തിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. ദേശീയപാത 66 ചന്ദ്രാപിന്നിയിൽ ചരക്ക് ലോറി മറിഞ്ഞു. കൊരട്ടി മുരിങ്ങൂരിൽ ക്ഷേത്രത്തിലെ തിരുവാഭരണം മോഷ്ടിച്ച് പണയപ്പെടുത്തിയ പൂജാരി അറസ്റ്റിലായി. തൃശൂർ വാടാനപ്പള്ളിയിൽ സ്വകാര്യ ബസിന്റെ അടിയിൽ കുടുങ്ങി ബൈക്കിൽ യാത്ര ചെയ്തിരുന്ന മധ്യവയസ്കൻ മരിച്ചു. അഴീക്കോട് അഴിമുഖത്തു നിന്ന് മത്സ്യബന്ധനത്തിന് പോയ മത്സ്യത്തൊഴിലാളി കുഴഞ്ഞു വീണ് മരിച്ചു. വാർത്തകൾ വിശദമായി. ദേശീയപാത 66 ചന്ദ്രാപിന്നിയിൽ ചരക്ക് ലോറി മറിഞ്ഞു. ദേശീയപാത 66 ചന്ദ്രാപിന്നിയിൽ ചരക്ക് ലോറി മറിഞ്ഞു. പെരുമ്പാവൂരിൽ നിന്നും പൂനെയിലേക്ക് പ്ലൈവുഡുമായി പോയിരുന്ന ലോറിയാണ് നിയന്ത്രണം തെറ്റിമറിഞ്ഞത്. ഇന്ന് രാവിലെ 9 മണിയോടെ ചന്ദ്രാപിന്നി സെന്ററിന് തെക്ക് ഭാഗത്തായിരുന്നു അപകടം. പ്ലൈവുഡ് കെട്ടിയ കയർ പൊട്ടി ലോഡ് ഒരു വശത്തേക്ക് ചെരിഞ്ഞതോടെയാണ് ലോറി നിയന്ത്രണം വിട്ടതെന്ന് പറയുന്നു. റോഡിലെ ഇലക്ട്രിസിറ്റി പോസ്റ്റും ഒരു വ്യാപാര സ്ഥാപനവും തകർന്നിട്ടുണ്ട്. ഡ്രൈവർ കൊല്ലം സ്വദേശി അനന്തവും സഹായിയുമാണ് ലോറിയിൽ ഉണ്ടായിരുന്നത്. ആർക്കും പരിക്കില്ല. സംഭവത്തെ തുടർന്ന് ദേശീയപാതയിലെ ഗതാഗതം ഭാഗികമായി തടസ്സപ്പെട്ടു. കയ്പമംഗലം പോലീസും KCB അധികൃതരും സ്ഥലത്തെത്തിയിട്ടുണ്ട്. കൊരട്ടി മുരിങ്ങൂരിൽ ക്ഷേത്രത്തിലെ തിരുവാഭരണം മോഷ്ടിച്ച് പണയപ്പെടുത്തിയ പൂജാരി അറസ്റ്റിലായി. കണ്ണൂർ അഴീക്കോട് സ്വദേശി തേനായി വീട്ടിൽ K അശ്വനാണ് കൊരട്ടി പോലീസിന് പിടിയിലായത്. ക്ഷേത്രം ഭാരവാഹികൾ തന്നെയാണ് പൂജാരിയെ പോലീസിൽ ഏൽപ്പിച്ചത്. ഏകദേശം 3 പവൻ തൂക്കം വരുന്ന സ്വർണ്ണമാല ഇയാൾ മാസങ്ങൾക്ക് മുമ്പ് കൈവശപ്പെടുത്തി ചാലക്കുടിയിലെ ഒരു ധനകാര്യ സ്ഥാപനത്തിൽ പണയപ്പെടുത്തിയെന്നാണ് വിവരം. പല ഘട്ടങ്ങളിലും സംശയം തോന്നിയ ഭാരവാഹികളെ തന്ത്രപൂർവ്വം കബളിപ്പിച്ചായിരുന്നു ഇയാൾ മുന്നോട്ട് പോയിരുന്നത്. ഞായറാഴ്ച രാവിലെ ക്ഷേത്രം ഓഫീസിൽ വെച്ച് ഇയാളെ തടഞ്ഞുവെച്ച ക്ഷേത്രം ഭാരവാഹികൾ പോലീസിൽ വിളിച്ച് അറിയിക്കുകയായിരുന്നു. തൃശൂർ വാടാനപ്പള്ളിയിൽ സ്വകാര്യ ബസിന്റെ അടിയിൽ കുടുങ്ങി ബൈക്കിൽ യാത്ര ചെയ്തിരുന്ന മധ്യവയസ്കൻ മരിച്ചു. അരിമ്പൂർ തൃശൂർ വാടാനപ്പള്ളി സംസ്ഥാന പാതയിൽ ചേറ്റുപുഴ പാടത്ത് സ്വകാര്യ ബസിന്റെ അടിയിൽ കുടുങ്ങിയ ബൈക്കിൽ യാത്ര ചെയ്തിരുന്ന മധ്യവയസ്കൻ മരിച്ചു. വെളുത്തൂർ ചിത്ര ക്ലബിന് സമീപം താമസിക്കുന്ന കളത്തിപ്പറമ്പിൽ 67 വയസ്സുള്ള ജോയിയാണ് മരിച്ചത്. നിർമ്മാണ തൊഴിലാളിയായിരുന്നു. ഞായറാഴ്ച 7 മണിയോടെയാണ് സംഭവം. സമീപവാസിയായ വടക്കൂട്ട് ഹരി ചേറ്റുപുഴയിൽ വാടകയ്ക്കെടുത്ത വീട്ടിലേക്ക് സാധനങ്ങൾ മാറ്റുന്നതിനെയാണ് ജോയ് ഹരിയോടൊപ്പം പോയത്. കാഞ്ഞാണി റൂട്ടിലോടുന്ന എടക്കളത്തൂർ ബസ്സാണ് അപകടത്തിൽപ്പെട്ടത്. ബസ്സിനെ ഓവർടേക്ക് ചെയ്യാനുള്ള ശ്രമത്തിനിടെ അതേ ബസ്സിൽ തട്ടി ബൈക്ക് തെന്നി വീണതായാണ് പറയുന്നത്. ബൈക്ക് ഓടിച്ചിരുന്ന ഹരിക്കും പരിക്കുണ്ട്. ഹരി മദർ ആശുപത്രിയിൽ ചികിത്സയിലാണ്. സംഭവത്തെ തുടർന്ന് ഗതാഗതം തടസ്സപ്പെട്ടു. അന്തിക്കാട് തൃശൂർ ബസ് സ്റ്റേഷനുകളിൽ നിന്നും പോലീസ് എത്തിയാണ് ഗതാഗതം പുനഃസ്ഥാപിച്ചത്. അഴീക്കോട് അഴിമുഖത്തു നിന്ന് മത്സ്യബന്ധനത്തിന് പോയ മത്സ്യത്തൊഴിലാളി കുഴഞ്ഞു വീണ് മരിച്ചു. അഴീക്കോട് അഴിമുഖത്തു നിന്നും മത്സ്യബന്ധനത്തിന് പോയ പെരിഞ്ഞനം സമിതി ബീച്ച് വരാഹം വള്ളത്തിലെ മത്സ്യത്തൊഴിലാളി കിഴക്കേടത്ത് കളപ്പുരക്കൽ വീട്ടിൽ 60 വയസ്സുള്ള അജയനാണ് മരിച്ചത്. ഇന്ന് തിങ്കളാഴ്ച പുലർച്ചെ 6 മണിയോടെ വള്ളത്തിൽ വെച്ച് കുഴഞ്ഞു വീണ അജയനെ ആദ്യം എറിയാട് ഗവൺമെന്റ് പ്രാഥമിക ചികിത്സാ കേന്ദ്രത്തിലും തുടർന്ന് കൊടുങ്ങല്ലൂർ ഗവൺമെന്റ് താലൂക്ക് ആശുപത്രിയിലും പ്രവേശിപ്പിച്ചുവെങ്കിലും മരണപ്പെടുകയായിരുന്നു. തൃശൂർ നഗരത്തിൽ വൻ രാസലഹരി വേട്ട. മണ്ണുത്തി സ്വദേശി നിരവധി ക്രിമിനൽ കേസുകളിലെ പ്രതിയുമായിരുന്ന ഷിൻഡോ, ചുവന്നമണ്ണ് സ്വദേശി മുഹമ്മദ് ഷഫീർ എന്നിവരാണ് തൃശൂർ എക്സൈസ് നർക്കോട്ടിക് സ്പെഷ്യൽ സ്ക്വാഡിന്റെ പിടിയിലായത്. തളിക്കുളം ഗ്രാമപഞ്ചായത്ത് 2025-26 ജനകീയാസൂത്രണ പദ്ധതി പ്രകാരം ഭിന്നശേഷിക്കാർക്കുള്ള ഉപകരണങ്ങൾ വിതരണം നടത്തി. തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KC പ്രസാദ് ഉദ്ഘാടനം ചെയ്തു. തളിക്കുളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PI സജിത ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. ഭിന്നശേഷിക്കാർക്കുള്ള മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ച് അതിൽ നിന്ന് ആവശ്യമുള്ള ഗുണഭോക്താക്കളെ കണ്ടെത്തിയാണ് ഉപകരണങ്ങൾ വിതരണം ചെയ്യുന്നത്. 3 ലക്ഷം രൂപയ്ക്കുള്ള ഉപകരണങ്ങളാണ് ഈ വർഷം വിതരണം ചെയ്തത്. 5 വീൽ ചെയർ, ഫോൾഡിംഗ് വാക്കർ, ബ്രെയിലി കിറ്റ്, ബ്രെയിലി ഫോൺ, 4 ലേണിംഗ് കിറ്റ്, കഫോ ലാർജ് എന്നിവയാണ് വിതരണം ചെയ്തത്. ചടങ്ങിൽ തളിക്കുളം ഗ്രാമപഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ബുഷറ അബ്ദുൾ നാസർ, ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സന്ധ്യ മനോഹരൻ, വാർഡ് മെമ്പർ KK സൈനുദ്ദീൻ എന്നിവർ ആശംസകൾ സംസാരിച്ചു. ICDS സൂപ്പർവൈസർ സിന്ധു KK പദ്ധതി വിശദീകരണം നടത്തി.
ബഡ്സ് സ്കൂൾ അധ്യാപകരായ റിയ ചീരൻ, ശ്രീദേവി, രമ്യ, അങ്കൻവാടി അധ്യാപകർ എന്നിവരും പരിപാടിക്ക് നേതൃത്വം നൽകി. തളിക്കുളം ഗ്രാമപഞ്ചായത്ത് ജാഗ്രതാ സമിതി ഫെസിലിറ്റേറ്റർ അനീഷ KS ചടങ്ങിൽ നന്ദി പറഞ്ഞു. കഴിഞ്ഞ മാസമാണ് ബ്ലോക്ക് തല കലോത്സവം സംഘടിപ്പിച്ചത്. അതേപോലെ തന്നെ 5 പഞ്ചായത്തിലുള്ള കുട്ടികൾക്ക് സ്കോളർഷിപ്പ് ലക്ഷക്കണക്കിന് രൂപയുടെ സഹായമാണ് തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്തിലെ കുട്ടികൾക്ക് നൽകുന്നത്. നിങ്ങൾ മേടിക്കുന്ന സ്കോളർഷിപ്പിലൊക്കെ തന്നെ തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ പദ്ധതിയിൽ ഉൾപ്പെട്ടുകൊണ്ടാണ്. അപ്പോൾ തീർച്ചയായിട്ടും ചില കുറവുകൾ അവർക്കുണ്ട്. എന്നാൽ ആ കുറവുകളൊക്കെ തന്നെ മനസ്സിലാക്കിയ അടിസ്ഥാനത്തിലാണ് നമ്മുടെ സംസ്ഥാന സർക്കാർ ഇത്തരം കുട്ടികൾക്ക്, ആളുകൾക്ക് വേണ്ട സഹായങ്ങൾ എത്തിക്കാൻ നിർദ്ദേശം നൽകുക മാത്രമല്ല, അതിനാവശ്യമായിട്ടുള്ള ഫണ്ടും ഞങ്ങൾക്ക് നൽകിക്കൊണ്ടാണ്. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ സംസ്ഥാന പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ട AP ജോസിന് KSSPU മതിലകം ബ്ലോക്ക് കമ്മിറ്റി സ്വീകരണം നൽകി. മതിലകം വ്യാപാര ഭവനിൽ നടന്ന യോഗത്തിൽ യൂണിയൻ ബ്ലോക്ക് പ്രസിഡന്റ് CK ശങ്കു അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് സെക്രട്ടറി KV സുബ്രഹ്മണ്യൻ, ജില്ലാ സെക്രട്ടറി K ചന്ദ്രമോഹനൻ, ജോയിന്റ് സെക്രട്ടറി N വിജയഗോപാൽ, ബ്ലോക്ക് ട്രഷറർ VK അശോകൻ, രക്ഷാധികാരി A പവിഴം, സാംസ്കാരിക സമിതി കൺവീനർ KB ബീന, ബ്ലോക്ക് ജോയിന്റ് സെക്രട്ടറി TV കലാധരൻ എന്നിവർ സംസാരിച്ചു. സ്വീകരണത്തിന് AP ജോസ് നന്ദി പറഞ്ഞു. തുടർന്ന് വിവിധ കലാപരിപാടികൾ നടന്നു. ഇതിലെ സമ്മേളനം നല്ല രീതിയിൽ നടത്താൻ സാധിച്ചു. സംഘാടനത്തിൽ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായി. പക്ഷെ അതൊക്കെ നല്ല രീതിയിൽ തന്നെ പരിഹരിച്ച് വളരെ വിജയകരമായിട്ട് തന്നെ സമ്മേളനം പൂർത്തീകരിക്കാനായിട്ട് സാധിച്ചു എന്നുള്ളൊരു വിശ്വാസമില്ല. വേറെ പക്ഷേ ഇടക്കാലത്ത് വെച്ച് അപകടത്തിൽപ്പെട്ട് നമ്മിൽ നിന്ന് വിട്ടുപോയില്ല. പ്രായമേറെ ആയിട്ടുണ്ടായിരുന്നു എങ്കിൽ പോലും സംഘടന സജീവമായിരുന്നു. റോഡിലെ കുഴിവെള്ളത്തിൽ വലവീശി പ്രതിഷേധ പ്രകടനം നടത്തി. മൂന്നുപീടിക ബീച്ച് റോഡിലെ ഗർത്തങ്ങൾ മൂടി, റോഡ് ഉയർത്തി ടൈലിട്ട് സഞ്ചാരയോഗ്യമാക്കുക, പഞ്ചായത്തിന്റെ നിഷ്ക്രിയത്വം അവസാനിപ്പിക്കുക എന്നീ മുദ്രാവാക്യം ഉയർത്തിയാണ് മൂന്നുപീടിക ഓട്ടോറിക്ഷ തൊഴിലാളികൾ പ്രതിഷേധ പ്രകടനം നടത്തിയത്. ഓട്ടോറിക്ഷ തൊഴിലാളികളുടെ പ്രതിഷേധ പ്രകടനം മൂന്നുപീടികയിൽ നിന്ന് ആരംഭിച്ച് ബീച്ച് റോഡ് വായനശാല പടിഞ്ഞാറ് ഭാഗത്തെത്തി. പ്രതിഷേധ യോഗം ഓട്ടോ ഡ്രൈവർ അജയഘോഷ് ഉദ്ഘാടനം ചെയ്ത് സംസാരിച്ചു. സുനി, രമേശ് എന്നീ ഓട്ടോ ഡ്രൈവർമാർ റോഡിലെ വെള്ളക്കെട്ടിൽ വലയെറിഞ്ഞു. ഓട്ടോ തൊഴിലാളികളായ രമേശ് ചീരാഞ്ചി, പ്രദോഷ്, സഗീർ, രതീഷ്, അസീസ് തുടങ്ങി അനേകം പേർ പങ്കെടുത്തു. നമ്മെ സംബന്ധിച്ച് ഇതൊരു രാഷ്ട്രീയ സമരമായിട്ടല്ല നമ്മൾ ഇതിനെ ഇറങ്ങി പുറപ്പെട്ടിട്ടുള്ളത്. തീർത്തും കേരളത്തിൽ തന്നെ ഇതുപോലൊരു റോഡ്, ഇത്രയും ശാപം പിടിച്ച റോഡ് ഉണ്ടാകുമെന്ന് കരുതുന്നില്ല. കാരണം ഈ റോഡ് ഉണ്ടായ കാലം മുതൽ ഇതുവരെയും ഒരു 100 ദിവസം തികച്ച് പൂർണ്ണമായി യാത്രായോഗ്യമായ സ്ഥിതി ഈ റോഡിനുണ്ടായിട്ടില്ല. അതിന് പല കാരണങ്ങളാണ് അന്ന് മുതൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കാരണം ഇത് 2 പഞ്ചായത്തുകളെ അതിർത്തി പങ്കിടുന്ന ഒരു റോഡാണ്. പിന്നെ കുറച്ചു കാലം മുമ്പ് വരെ 2 നിയോജക മണ്ഡലങ്ങൾ പങ്കിടുന്ന ഒരു റോഡാണ്. പിന്നെ ഇതിൻ്റെ യഥാർത്ഥ അവകാശികളെ ഇപ്പോഴും നിർണ്ണയിച്ചിട്ടില്ല എന്നാണ് അറിയുന്നത്. കാരണം പഞ്ചായത്തിനോട് ചോദിച്ചാൽ പഞ്ചായത്തിനറിയില്ല, ജില്ലാ പഞ്ചായത്തിനോട് ജില്ലാ പഞ്ചായത്തിനറിയില്ല, ഫിഷറീസിനറിയില്ല, അതേപോലെ PWDക്ക് അറിയില്ല. ഇതിന് ഉത്തരവാദിത്തപ്പെട്ട ആരും കൃത്യമായി ഇതിനൊരു മറുപടി തരുന്നില്ല. എന്നാൽ ഇടയ്ക്കിടയ്ക്ക് 10 ലക്ഷം രൂപ 15 ലക്ഷം രൂപ ചിലവായി ചെയ്ത് തീർത്തും ഒരു ദീർഘവീക്ഷണമില്ലാത്ത രീതിയിലുള്ള പണികളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കാരണം ഒരു സ്ഥലത്ത് കുഴി കാണുമ്പോൾ അവിടെ ഒരു 10-15 ലക്ഷം രൂപ ചെലവ് ചെയ്തുകൊണ്ട് ടൈൽ വിരിക്കുകയും അതിൻ്റെ ഭാഗമായി അതിൻ്റെ അപ്പുറവും ഇപ്പുറവും കുഴിയാവുകയും വെള്ളക്കെട്ട് നിൽക്കുന്ന ഒരവസ്ഥയാണ്. തീർത്തും നല്ലൊരു എഞ്ചിനീയറിംഗ് നടത്തി നല്ല രീതിയിൽ റോഡിൻ്റെ 2 സൈഡും കാന പണിത് റോഡ് ഉയർത്തി ടാർ ചെയ്താൽ മാത്രമാണ് ഈ റോഡ് യാത്രായോഗ്യമാകുക എന്നാണ് നമ്മൾ കണ്ടെത്തുന്നത്. ശ്രീനാരായണപുരം ഗ്രാമപഞ്ചായത്തിന്റെ പുതുതായി നിർമ്മാണം പൂർത്തീകരിച്ച കെട്ടിടത്തിന്റെ ഉദ്ഘാടനം നടത്തി. തദ്ദേശ സ്വയംഭരണ എക്സൈസ് വകുപ്പ് മന്ത്രി MV രാജേഷ് ഉദ്ഘാടനം നിർവഹിച്ചു. ET ടൈസൺ MLA അധ്യക്ഷത വഹിച്ചു. മതിലകം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് CK ഗിരിജ, ശ്രീനാരായണപുരം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് MS മോഹനൻ, വൈസ് പ്രസിഡന്റ് സജിത പ്രദീപ്, ജില്ലാ പഞ്ചായത്ത് അംഗങ്ങളായ KS ജയ, സുഗത ശശിധരൻ, എസൻപുരം ഗ്രാമപഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാർ, വാർഡ് മെമ്പർമാർ, ഉദ്യോഗസ്ഥർ, ജനപ്രതിനിധികൾ എന്നിവർ പങ്കെടുത്തു.
MLA ആസ്തി വികസന ഫണ്ടിൽ നിന്ന് 2 ഘട്ടങ്ങളായി ലഭിച്ച 1,20,00,000 രൂപയും ഗ്രാമപഞ്ചായത്തിന്റെ ഫണ്ടും ഉപയോഗിച്ചാണ് കെട്ടിട നിർമ്മാണ പ്രവൃത്തികൾ പൂർത്തീകരിച്ചിട്ടുള്ളത്. 2 നിലകളിലായി 6,244 സ്ക്വയർ ഫീറ്റ് വിസ്തീർണത്തിൽ നിർമ്മിച്ച കെട്ടിടത്തിന്റെ താഴത്തെ നിലയിൽ ഫ്രണ്ട് ഓഫീസ്, പ്രസിഡന്റ്, സെക്രട്ടറി, അസിസ്റ്റന്റ് സെക്രട്ടറി, ജൂനിയർ സൂപ്രണ്ട്, സീനിയർ ക്ലർക്കുമാർ, ജൂനിയർ ക്ലർക്കുമാർ, MGN REG A സെക്ഷൻ, ഫസ്റ്റ് ഫ്ലോറിൽ വൈസ് പ്രസിഡന്റ്, മെമ്പർമാർ, അസിസ്റ്റന്റ് എഞ്ചിനീയർ എന്നിവർക്കുള്ള സീറ്റും കോൺഫറൻസ് ഹാൾ, ഡൈനിങ് ഹാൾ, കിച്ചൺ എന്നീ സൗകര്യങ്ങളുമാണ് ഒരുക്കിയിട്ടുള്ളത്. പഞ്ചായത്തിലെ 30 സ്റ്റാഫുകൾക്കും 21 മെമ്പർമാർക്കും പൊതുജനങ്ങൾക്കും ആവശ്യമായ സൗകര്യങ്ങളും പഞ്ചായത്തിലുണ്ട്. നല്ല ഓഫീസറിന് ഗ്രാമപഞ്ചായത്തുകൾക്ക് ആവശ്യമാണ്. പഴയ പോലെയല്ല. ഇപ്പോൾ ഗ്രാമപഞ്ചായത്ത് ഓഫീസ് എന്നൊക്കെ പറഞ്ഞാൽ നല്ല ആധുനിക സൗകര്യമുള്ള ഓഫീസ് വേണം. പക്ഷേ നാട്ടുകാരും ഇനി ഓഫീസിൽ കയറേണ്ട സാഹചര്യം ഉണ്ടാവരുത്. എനിക്ക് നിങ്ങളോടെല്ലാവരോടും പറയാനുള്ളത്, നിങ്ങളാരും ഇനി ഒരു കാര്യം നടന്നു കിട്ടാൻ അവിടേക്ക് പോകരുത് എന്നതാണ്. അപ്പൊ ഞങ്ങളോടൊക്കെ അങ്ങോട്ട് കയറണ്ടെന്ന് പറയും എന്നായിരിക്കും നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവുക. അതിന്റെ ആവശ്യമില്ലെന്ന്. ഒരു ദിവസം മെനക്കെട്ട് ജോലി കളഞ്ഞ് ബസ് ചാർജോ ഓട്ടോറിക്ഷ കൂലിയോ കൊടുത്ത് ഇവിടെ വന്ന് കാത്തു കെട്ടിക്കിടക്കേണ്ട കാര്യമില്ല. പഞ്ചായത്ത് ഓഫീസിൽ നിന്ന് നടക്കേണ്ട കാര്യം, മുനിസിപ്പൽ കോർപ്പറേഷൻ ഓഫീസുകളിൽ നടക്കേണ്ട കാര്യം നടന്നു കിട്ടാൻ ഇന്ന് കേരളത്തിൽ ഒരാളും നേരിട്ട് പഞ്ചായത്ത് ഓഫീസിലോ മറ്റ് തദ്ദേശ സ്ഥാപന ഓഫീസിലോ പോകേണ്ട ആവശ്യമില്ല. മിക്കവാറും എല്ലാവരുടെ കയ്യിൽ ഇതുപോലൊരു സ്മാർട്ട് ഫോൺ ഉണ്ടല്ലോ. കേരളം ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ജനസംഖ്യാനുപാതികമായി സ്മാർട്ട് ഫോൺ ഉള്ള, ഒന്നിൽ കൂടുതൽ സ്മാർട്ട് ഫോൺ ഉപയോഗിക്കുന്ന സംസ്ഥാനമാണ് കേരളം. കണക്കുണ്ടതിൻ്റെയൊക്കെ. നിങ്ങളുടെ കയ്യിലുള്ള ഈ സ്മാർട്ട് ഫോൺ കൊണ്ട് കേരളത്തിലെ ഏത് തദ്ദേശ സ്ഥാപനത്തിൽ നിന്നും കിട്ടേണ്ട ഏത് സേവനവും ലോകത്തെവിടെ നിന്നും നിങ്ങൾക്ക് സ്വന്തമാക്കാം. എസ്എംപുരം പഞ്ചായത്തിൽ നിന്നൊരു സർട്ടിഫിക്കറ്റ് കിട്ടാൻ ഇവിടെ അന്വേഷിച്ച് വരേണ്ട കാര്യമില്ല. ഈ പഞ്ചായത്തിന്റെ പരിധിയിൽ ഉണ്ടാവേണ്ട കാര്യമില്ല. ലോകത്തെവിടെ ഇരുന്നായാലും ചെയ്യാൻ പറ്റും. ഞാനത് വെറുതെ തള്ളുന്നതല്ല കേട്ടോ. സോഷ്യൽ മീഡിയ ഭാഷയിൽ പറഞ്ഞ മന്ത്രി എന്തൊരു തള്ള എന്ന് പറയും ചിലപ്പോൾ. ചമകല സെന്റർ ഇസ്ലാമിക് റിലീഫ് സൊസൈറ്റി സംഘടിപ്പിക്കുന്ന ഹിഫ്ള് ഖുർആൻ ടാലന്റ് ഷോ തിലാവ സീസൺ 6 ഒക്ടോബർ 1 മുതൽ തുടക്കമാകും. ഒക്ടോബർ 1 മുതൽ 5 വരെ ആദ്യ മത്സരം ഓൺലൈനായി നടക്കും. 2ാം ഘട്ട മത്സരം ഒക്ടോബർ 19-നും ഫൈനൽ മത്സരം നവംബർ 7-നുമാണ് സംഘടിപ്പിച്ചിട്ടുള്ളത്. തൃശൂർ ജില്ലയിലെ 776 മദ്രസയിൽ നിന്നുള്ള കുട്ടികളാണ് ആദ്യ മത്സരത്തിൽ പങ്കെടുക്കുക. ഇവരിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ട 50 കുട്ടികൾ ഫൈനലിൽ മത്സരിക്കുമെന്നും സംഘാടകർ പറഞ്ഞു. 1ാം സമ്മാനം 25,000 രൂപയും 2ാം സമ്മാനം 15,000 രൂപയും 3ാം സമ്മാനം 10,000 രൂപയുമാണ് മത്സര വിജയികൾക്ക് ലഭിക്കുക. പെൺകുട്ടികൾക്കുള്ള തിലാവ സീസൺ 2 ഒക്ടോബർ 19-ന് നടക്കും. സംഘാടകരായ സലീം പുറക്കുളം, KH സലീം, ഷംസുദ്ദീൻ ചമകാല, ആഫിഖ് അലി എന്നിവർ സംസാരിച്ചു. ചന്ദ്രാപിന്നി പെരുമ്പടപ്പ് ശ്രീ തലാപുരം ഭഗവതി ക്ഷേത്രത്തിൽ നവരാത്രി മഹോത്സവത്തോടനുബന്ധിച്ച് കലാപരിപാടികൾക്ക് തുടക്കമായി. 1950 ആഗസ്റ്റ് 15-ന് സ്ഥാപിതമായ പെരിഞ്ഞണത്തെ പ്രഥമ ലൈബ്രറിയായ യൂത്ത് ലൈബ്രറിയിൽ 5000-ഓളം പുസ്തകങ്ങളും 400-ഓളം അംഗങ്ങളുമുണ്ട്. ബാലവേദി, യുവത, വനിതാവേദി, വയോവേദി, കലാകായിക വേദി, അക്ഷരസേന എന്നിങ്ങനെ ഉപസമിതികളും ലൈബ്രറിക്ക് കീഴിൽ പ്രവർത്തിച്ചു വരുന്നുണ്ട്. ഒക്ടോബർ 2-ന് വൈകിട്ട് 3-ന് നടക്കുന്ന വജ്ര ജൂബിലി ആഘോഷം ET ടൈസൺ MLA ഉദ്ഘാടനം ചെയ്യും. പെരിഞ്ഞണം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വിനിത മോഹൻദാസ് അധ്യക്ഷയാകും. സാഹിത്യകാരനും ക്രൈംബ്രാഞ്ച് DYSPയുമായ സുരേന്ദ്രൻ മാങ്ങാട്ട് മുഖ്യ പ്രഭാഷണം നടത്തും. പെരിഞ്ഞണം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വിനിത മോഹൻദാസ് അധ്യക്ഷയാകും. സാഹിത്യകാരനും ക്രൈംബ്രാഞ്ച് DYSPയുമായ സുരേന്ദ്രൻ മാങ്ങാട്ട് മുഖ്യപ്രഭാഷണം നടത്തും. ജനപ്രതിനിധികൾ, വായനശാല പ്രവർത്തകർ തുടങ്ങിയവർ പങ്കെടുക്കും. തുടർന്ന് വിവിധ കലാപരിപാടികളും ഉണ്ടായിരിക്കും. വായനശാല പ്രസിഡന്റ് ഉണ്ണികൃഷ്ണൻ വരദ, സെക്രട്ടറി M ഹേമന്ത് കുമാർ, അരവിന്ദാക്ഷൻ തുടങ്ങിയവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി MCA പരീക്ഷയിൽ ഫസ്റ്റ് റാങ്ക് നേടിയ എടത്തിരുത്തി കൊരട്ടിൽ രാജു ആശാ ദമ്പതികളുടെ മകൾ അനുശ്രീയെ എടത്തിരുത്തി BJP പഞ്ചായത്ത് കമ്മിറ്റി ആദരിച്ചു. പഴയ മനോജ് തിയേറ്റർ അങ്കണത്തിൽ തയ്യാറാക്കിയ നവരാത്രി മണ്ഡപത്തിൽ സംഗീതജ്ഞൻ രാജീവ് ശബരിയ ഭദ്രദീപം കൊളുത്തി ഉദ്ഘാടനം ചെയ്തു. ക്ഷേത്രം ഭരണസമിതി ഭാരവാഹികളായ K ഗോപകുമാർ, PR രാജേഷ്, മാതൃസമിതി ഭാരവാഹികളായ സുശീല രവീന്ദ്രനാഥൻ, മഞ്ജു ബിജു, സ്വാതി സുമീഷ്, ശ്രീജ രജീഷ്, വസന്ത ആത്മജൻ, സിന്ധു സുനിൽ തുടങ്ങിയവർ സന്നിഹിതരായി.
തുടർന്ന് ഭക്തിഗാന ഭജൻ അരങ്ങേറി. ഇന്ന് രാത്രി 7-ന് വീരനാട്യം, 30-ന് രാത്രി 7-ന് നൃത്യങ്ങൾ. ഒക്ടോബർ 1-ന് രാത്രി 7-ന് സിനിമാ പിന്നണി ഗായകൻ രമേശ് പഴയന്നൂരും സിനിമാ സീരിയൽ താരം വസന്ത പഴയന്നൂരും നയിക്കുന്ന പടയോട്ടം ഫോക്ക് മെഗാ ഷോ. ഒക്ടോബർ 2-ന് രാവിലെ 7 മുതൽ വിജയദശമി പൂജ, വിദ്യാരംഭം തുടങ്ങിയവയാണ് പ്രധാന പരിപാടികൾ. കണ്ണാടിയ ലീലകൾ ഒന്നൂടെ ആടൂലേ, ഒന്നൂടെ ആടൂലേ കണ്ണാ 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 കണ്ണാ. കർഷക മോർച്ച ജില്ലാ വൈസ് പ്രസിഡന്റ് പുഷ്കരൻ തേവർക്കാട്ടിൽ പൊന്നാട അണിയിച്ചു. മണ്ഡലം വൈസ് പ്രസിഡന്റ് ജിസി അനിൽ, പഞ്ചായത്ത് ജനറൽ സെക്രട്ടറി സുജിത് ഭഗവതിപ്പറമ്പിൽ, ജിത്ത് കൊല്ലാറ, അനിൽ വാലിപ്പറമ്പിൽ, ജനു പുനത്തിൽ, ആദർശ്, വിപിനൻ, അനുഗ്രഹ് തുടങ്ങിയവർ ആശംസകൾ നേർന്നു. താന്യം ഗ്രാമപഞ്ചായത്ത് കേരളോത്സവം 413 പോയിന്റ് നേടി സിസ് സാംസ്കാരിക വേദി കിഴ്പുള്ളിക്കര ഓവറോൾ കിരീടം കരസ്ഥമാക്കി. 119 പോയിന്റോടുകൂടി പെരിങ്ങോട്ടുകര മലയാളം സാംസ്കാരിക വേദി 2ാം സ്ഥാനവും നേടി. കേരളോത്സവവും സമാപന സമ്മേളനവും സമ്മാന വിതരണവും അന്തിക്കാട് ബ്ലോക്ക് പ്രസിഡന്റ് കെ ശശിധരൻ ഉദ്ഘാടനം ചെയ്തു. താന്യം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശുഭ സുരേഷ് അധ്യക്ഷത വഹിച്ചു. മെമ്പർമാരായ OS അഷറഫ്, സിജോ പുലിക്കോട്ടിൽ, ഷൈനി ബാലകൃഷ്ണൻ, ആൻഡോ തൊറയൻ, രഹന പ്രജു, സതി ജയചന്ദ്രൻ, ജിഷ്ണു പ്രേമൻ എന്നിവർ പങ്കെടുത്തു സംസാരിച്ചു. ജൂനിയർ സൂപ്രണ്ട് സൗമ്യ NS ചടങ്ങിന് നന്ദി അറിയിച്ചു. മുൻകാലങ്ങളെ പോലെ നല്ല രീതിയിലുള്ള ബഹുജന പങ്കാളിത്തം അല്ലെങ്കിൽ യുവജന പങ്കാളിത്തം വേണ്ടത്ര ഉണ്ടായിട്ടില്ല എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. കഴിഞ്ഞ തവണ ഇതിൻ്റെ സമാപന സമ്മേളനത്തിലൊക്കെ എന്ന് പറഞ്ഞാൽ ഈ കോമ്പൗണ്ട് ഈ പ്രദേശത്തൊക്കെ നല്ല രീതിയിൽ നല്ല വൻ പങ്കാളിത്തം ഉണ്ടായിരുന്നു എന്ന് നമുക്ക് പറയാം. വലപ്പാട് ഗ്രാമപഞ്ചായത്ത് കേരളോത്സവം നാട്ടിക MLA CC മുകുന്ദൻ ഉദ്ഘാടനം ചെയ്തു. കഴിമ്പ്രം വിജയൻ സ്മാരകോട്ടൂരിൽ വെച്ച് നടന്ന പരിപാടി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷിനിത ആഷിഖ് അധ്യക്ഷത വഹിച്ചു. ആരോഗ്യ വിദ്യാഭ്യാസ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ജ്യോതി രവീന്ദ്രൻ റിപ്പീറ്റോട്. കഴിമ്പ്രം വിജയൻ സ്മാരക ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്ന പരിപാടി വലപ്പാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷിനിത ആഷിഖ് അധ്യക്ഷത വഹിച്ചു. ആരോഗ്യ വിദ്യാഭ്യാസ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ജ്യോതി രവീന്ദ്രൻ, മെമ്പർമാരായ EP അജയഘോഷ്, BK മണിലാൽ, ഷൈൻ നെടിയിരിപ്പിൽ, സിജി സുരേഷ്, യൂത്ത് കോർഡിനേറ്റർ അമൽ T പ്രേമൻ എന്നിവർ സംസാരിച്ചു. വൈസ് പ്രസിഡന്റ് VR ജിത്ത് സ്വാഗതവും ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സുധീർ പട്ടാലി നന്ദിയും പറഞ്ഞു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ദേശീയപാത 66 ചന്ദ്രാപിന്നിയിൽ ചരക്ക് ലോറി മറിഞ്ഞു. കൊരട്ടി മുരിങ്ങൂരിൽ ക്ഷേത്രത്തിലെ തിരുവാഭരണം മോഷ്ടിച്ച് പണയപ്പെടുത്തിയ പൂജാരി അറസ്റ്റിലായി. തൃശൂർ വാടാനപ്പള്ളിയിൽ സ്വകാര്യ ബസിന്റെ അടിയിൽ കുടുങ്ങി ബൈക്കിൽ യാത്ര ചെയ്തിരുന്ന മധ്യവയസ്കൻ മരിച്ചു. അഴീക്കോട് അഴിമുഖത്ത് നിന്ന് മത്സ്യബന്ധനത്തിന് പോയ മത്സ്യത്തൊഴിലാളി കുഴഞ്ഞു വീണ് മരിച്ചു. ഇതോടെ വാർത്താ നേരം പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം.